ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പുതുറ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ഫ്രൈ ചെയ്യാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്കൊരു 1.5 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ 2 ഗ്ലാസ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുക. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓയിൽ തേച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം മാവും ഇതുപോലെ നമ്മൾ ദോശകളാക്കിയിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി അതേ പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഏത് നട്ട്സ് വേണേലും നിങ്ങൾക്ക് ചേർക്കാം, കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടൊന്ന് കോരി മാറ്റുക. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഒരു 3 കോഴിമുട്ട, അതുപോലെ 1 ഗ്ലാസ് പാല്, അതുപോലെ 1 ഗ്ലാസ് പഞ്ചസാര, ഒരു 4-5 ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശകളും ഈ ഒരു മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു പാനിൽ തന്നെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ദോശ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറുകളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ലെയറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വെച്ച് കൊടുക്കുക. എല്ലാതും കഴിഞ്ഞതിന് ശേഷം ആ മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാന്, ഒരു പഴയ തവ എന്തെങ്കിലും സ്റ്റൗവിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാന് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. ചെറിയ തീയിലൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതുപോലെ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഫ്രൈ ആക്കിയിട്ടുള്ളതൊക്കെ വേണ്ടാന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.